ആകാശവാണി. നമസ്കാരം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ച് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനം ഒരു പതിവ് ഉച്ചകോടി എന്നതിലുപരി ഇരു രാജ്യങ്ങളുടെയും തന്ത്രപരമായ ബന്ധം കൂടുതൽ ശക്തമാക്കുക എന്നത് ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ, ഊർജ്ജ പ്രതിസന്ധികൾ, മാറിക്കൊണ്ടിരിക്കുന്ന സഖ്യങ്ങൾ തുടങ്ങിയ ആഗോള അനിശ്ചിതത്വങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറെ നിർണായകമായ ഒരു സന്ദർശനമായിരുന്നു റഷ്യൻ പ്രസിഡന്റിന്റേത്. ഊർജം, വ്യാപാരം, പ്രതിരോധം, ആണവോർജം, സാങ്കേതികവിദ്യ എന്നിങ്ങനെ നിരവധി മേഖലകളിൽ പുതുക്കിയ സഹകരണത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നതായിരുന്നു സന്ദർശനം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപരമായ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് ഏറെ സുപ്രധാനമാണ്. ആഗോളതലത്തിൽ ഇന്ത്യ ഒരു ശക്തമായ പങ്കാളിത്ത രാഷ്ട്രമായി തുടരുന്നു എന്നതിന്റെ തെളിവാണ് അതിശക്തരായ ലോക നേതാക്കളുടെ നിർണായക ഇന്ത്യ സന്ദർശനങ്ങൾ. പ്രസിഡന്റ് പുടിന്റെ സന്ദർശന വേളയിലെ പുതിയ കരാറുകളും വാഗ്ദാനങ്ങളും യാഥാർത്ഥ്യമായാൽ വരും വർഷങ്ങളിൽ മുൻപത്തേക്കാൾ വിശാലവും ആഴമേറിയതും വൈവിധ്യപൂർണവുമായ ഇന്ത്യ റഷ്യ പങ്കാളിത്തത്തിന് ലോകം സാക്ഷ്യം വഹിക്കും. ഡിസംബർ 4-5 തീയതികളിലായിരുന്നു റഷ്യൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ഡൽഹി വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയാണ് റഷ്യൻ പ്രസിഡന്റിനെ സ്വീകരിച്ചത്. അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രി സ്വീകരിക്കാനെത്തിയതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു. ഇന്ത്യ റഷ്യ സൗഹൃദത്തിന്റെ അടയാളമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാഷ്ട്രപതി ഭവനിൽ റഷ്യൻ പ്രസിഡന്റിന് ആചാരപരമായ സ്വീകരണം നൽകി. തുടർന്ന് രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് വ്ളാഡിമിർ പുടിൻ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ക്ഷണപ്രകാരം രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയ അത്താഴ വിരുന്നിലും വ്ളാഡിമിർ പുടിൻ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി റഷ്യൻ പ്രസിഡന്റ് ഹൈദരാബാദ് ഹൌസിലാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായി സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ന്യൂഡൽഹിയിൽ നടന്ന 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭീകരതയ്ക്കെതിരായ ഏറ്റവും വലിയ ശക്തി ആഗോള ഐക്യമാണെന്നും ഇന്ത്യ റഷ്യ സൗഹൃദം ആഗോള വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തി നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 15 वर्ष पहले 2010 में हमारी साझेदारी को स्पेशल एंड प्रिविलेज स्ट्रेटेजिक पार्टनरशिप का दर्जा मिला. पिछले 2.5 दशक से उन्होंने अपने नेतृत्व और दूरदृष्टि से इन संबंधों को निरंतर सींचा है. हर परिस्थिति में उनके नेतृत्व ने आपसी संबंधों को नई ऊंचाई दी. भारत के प्रति इस गहरी मित्रता और अटूट प्रतिबद्धता के लिए मैं राष्ट्रपति पुतिन का, मेरे मित्र का हृदय से आभार व्यक्त करता हूं. आतंकवाद के विरुद्ध लड़ाई में भारत और रूस ने लंबे समय से कंधा मिलाकर सहयोग किया है. पहलगाम में हुआ आतंकी हमला हो या क्रोकस सिटी हॉल पर किया गया कायरतापूर्ण आघात, इन सभी घटनाओं की जड़ एक ही है. भारत का अटल विश्वास है कि आतंकवाद मानवता के मूल्यों पर सीधा प्रहार है और इसके विरुद्ध वैश्विक एकता ही हमारी सबसे बड़ी ताकत है. യുക്രൈൻ വിഷയത്തിൽ സമാധാനപരവും ശാശ്വതവുമായ പരിഹാരത്തിനായി നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും സ്വാഗതം ചെയ്യുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ എത്രയും വേഗം പൂർത്തീകരിക്കാനാണ് ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നത്. റഷ്യൻ പൗരന്മാർക്കായി 30 ദിവസത്തെ സൗജന്യ ടൂറിസ്റ്റ് വിസ, ഗ്രൂപ്പ് ടൂറിസ്റ്റ് വിസ സേവനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഇന്ത്യ റഷ്യ പങ്കാളിത്തത്തിന്റെ ശക്തവും പ്രധാനപ്പെട്ടതുമായ ഒരു സ്തംഭമാണ് ഊർജ്ജ സുരക്ഷയെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി യൂറിയ ഉൽപാദനത്തിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും വ്യക്തമാക്കി. റഷ്യൻ സഞ്ചാരികൾക്കായി 30 ദിവസത്തെ ടൂറിസ്റ്റ് വിസയും ഗ്രൂപ്പ് ടൂറിസ്റ്റ് വിസയും ഇന്ത്യ ഉടൻ നടപ്പിലാക്കുമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. पिछले वर्ष राष्ट्रपति पुतिन और मैंने
2030 तक द्विपक्षीय व्यापार को $100 बिलियन का उस लक्ष्य को पार करने का हमने निर्धार किया था। लेकिन कल से मेरी जो राष्ट्रपति पुतिन से बात हो रही है और जिस प्रकार के पोटेंशियल नजर आ रहे हैं, मुझे नहीं लगता कि हमें 2030 तक इंतजार करना पड़ेगा। ये मैं साफ देख रहा हूं। हम उस लक्ष्य को समय से पूरा करने के संकल्प के साथ आगे बढ़ रहे हैं और मेरा विश्वास बढ़ रहा है। टैरिफ और नॉन टैरिफ बैरियर्स को कम किया जा रहा है। റഷ്യ എക്കാലവും ഇന്ത്യയുടെ വിശ്വസ്ത ഇന്ധനദാതാവായിരിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇന്ത്യ റഷ്യ സഹകരണം ഒരു രാജ്യത്തിനും എതിരല്ലെന്നും ഇരു രാജ്യങ്ങളുടെയും ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുക മാത്രമാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. അതിവേഗം വളരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് തടസ്സമില്ലാതെ ഇന്ധനവുമായി ചരക്കു കപ്പലുകൾ എത്തിക്കുമെന്നും പുടിൻ ഉറപ്പു നൽകി. ഇന്ത്യയുടെ ഏറ്റവും വലിയ ആണവ വൈദ്യുത നിലയമായ കൂടംകുളം ആണവശക്തി പൂർത്തിയാക്കാൻ റഷ്യ സന്നദ്ധമാണെന്നും ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ ആണവ വൈദ്യുത നിലയം സുപ്രധാന പങ്ക് വഹിക്കുമെന്നും പുടിൻ വ്യക്തമാക്കി. 8 പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഇന്ത്യ റഷ്യ സൗഹൃദം ശക്തമായി തുടരുമെന്ന് നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ അനിശ്ചിതത്വം തുടരുമ്പോഴും അചഞ്ചലമായ ഐക്യദാർഢ്യത്തിന്റെ തെളിവായി ഇന്ത്യ റഷ്യ ബന്ധം നിലകൊള്ളുന്നുവെന്ന് ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ റഷ്യ വ്യവസായ ഫോറത്തെ അഭിസംബോധന ചെയ്യവേ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. വ്യാപാര വളർച്ചയ്ക്കും സാമ്പത്തിക സഹകരണത്തിനും ലോകരാജ്യങ്ങൾക്ക് വിശ്വസ്തമായ പങ്കാളിയാണ് ഇന്ത്യയെന്നും അദ്ദേഹം വ്യക്തമാക്കി. If one looks at the India story, it stands as an oasis in the desert, a reliable, trusted and forward-looking partner, friend to all, working with countries around the world to open borders, to expand trade, create the framework conditions to grow economic partnerships, strengthening its institutions, regulatory processes, our democratic institutions, the rule of law that the judicial process offers, and also working on a developmental model which has at its core inclusive and sustainable growth, which is focused on the welfare of 1.4 billion Indians, which has strengthened our economy, our fundamentals of our economy, and which has on the twin pillars of huge investments in infrastructure. റഷ്യൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം വിനോദസഞ്ചാരം, സംയുക്ത യൂറിയ നിർമ്മാണം, തൊഴിൽ രംഗം എന്നീ മേഖലകളിലെ വളർച്ചയ്ക്ക് വഴിവെക്കുമെന്ന് തിരുവനന്തപുരത്തെ റഷ്യൻ സെന്റർ ഡയറക്ടറും ഓണററി കോൺസുലുമായ രതീഷ് സി നായർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. മറ്റ് രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ ഇന്ത്യ സന്ദർശിക്കുന്നതും അതുപോലെ തന്നെ ഇതിനു മുമ്പ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പോലും ഇന്ത്യ സന്ദർശിച്ചതുമായി കമ്പയർ ചെയ്യുമ്പോൾ 2025 ഡിസംബർ 4-5 തീയതികളിലെ ഇൻഡോ റഷ്യൻ സമ്മിറ്റും റഷ്യൻ പ്രസിഡന്റ് സന്ദർശനവും വളരെ വ്യത്യസ്തമായി കാണാൻ പറ്റും. കാരണം ഇപ്പോഴത്തെ വേൾഡ് ഓർഡർ അങ്ങനെയാണ്, ജിയോ പൊളിറ്റിക്സ് അങ്ങനെയാണ്. അത് 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, മാറി വരുന്ന ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇന്ത്യ എന്ന രാജ്യം എക്കണോമിക്കലിയും അതുപോലെ തന്നെ മറ്റ് പല മേഖലകളിലും സ്ട്രോങ് ആണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ആ രാജ്യം യൂറോപ്യൻ രാജ്യങ്ങളാൽ അല്ലെങ്കിൽ അമേരിക്കയിൽ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന റൂസോഫോബിയ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റഷ്യയോട് എങ്ങനെയുള്ള റിലേഷൻഷിപ്പാണ് കീപ്പ് ചെയ്യുന്നത്. അത് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് പ്രകാരം എല്ലാ വർഷവും ഇരു രാജ്യങ്ങളുടെയും രാഷ്ട്രത്തലവന്മാർ ഒന്നുകിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ റഷ്യയിൽ കൂടിക്കാഴ്ച നടത്താറുണ്ട്. അത് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിൻ്റെ ഒരു ഭാഗമാണ്. അതൊരു ജസ്റ്റ് മീറ്റിംഗ് മാത്രം അല്ലെങ്കിൽ ഒരു സമ്മിറ്റ് മാത്രമായി മാറുമോ, അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടാകുമോ, അതിൽ കൂടുതൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്സിൽ മറ്റു രാജ്യങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്തായിരിക്കും? ഇതായിരുന്നു ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. അത് പ്രതീക്ഷയേക്കാൾ ഉപരിയുള്ള ഒരു ഊഷ്മളമായ ഒരു സ്വീകരണം അത് എയർപോർട്ടിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റിനെ സ്വീകരിക്കാൻ എത്തിയത് മുതൽ തുടങ്ങിയതാണ്. അതുപോലെ തന്നെ സെറിമോണിയൽ വെൽക്കം ആയാലും ഏതൊക്കെ മേഖലയിലാണ് ഇരു രാജ്യങ്ങളും ഈ ഒപ്പുവെച്ചത്, അതായത് ഡോക്യുമെന്റ്സ് എല്ലാം ഒപ്പുവെച്ചത്, ഇതെല്ലാം നോക്കുമ്പോൾ
ഇന്ത്യൻ ഗവൺമെൻറ്റും റഷ്യൻ ഗവൺമെൻറ്റും ഒരുപോലെ പറയുന്നത് പോലെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വിസിറ്റായിരുന്നു നടന്നത്. ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഫോർ എക്സ്റ്റേണൽ അഫയേഴ്സ് പറഞ്ഞതുപോലെ എല്ലാ രാജ്യങ്ങൾക്കും പല രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. അത് റഷ്യയ്ക്കും ഉണ്ടാവും, ഇന്ത്യയ്ക്കും ഉണ്ടാവാം. പക്ഷേ ഇൻഡോ റഷ്യൻ ബന്ധം മാത്രമാണ് ചരിത്രം നോക്കിയാൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് മുതൽ മുമ്പ് സോവിയറ്റ് യൂണിയനുമായും പിന്നീട് റഷ്യയുമായും ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു സൗഹൃദ ബന്ധം തുടർന്നു വരുന്നത്. കേരളത്തിന് ഈ വിസിറ്റ് കൊണ്ട് വളരെയധികം പ്രയോജനമുണ്ടാകുന്ന നിരവധി എഗ്രിമെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, ഈ വിസിറ്റ് സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് ടൂറിസമാണ്. അത് ഇന്ത്യ ഗവൺമെൻറ് എടുത്ത നിലപാട് ഫ്രീ ആയി വിസ 30 ദിവസത്തേക്ക് ഫ്രീ ആയി വിസ അനുവദിച്ചുകൊണ്ടുള്ള ആ തീരുമാനം അത് കൂടുതൽ റഷ്യൻ ടൂറിസ്റ്റുകളെ കേരളത്തിലേക്ക് ആകർഷിക്കും. പ്രത്യേകിച്ച് ആയുർവേദത്തിനും മറ്റും കൂടുതൽ ആൾക്കാർ റഷ്യയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് ടൂറിസം രംഗത്ത് ഒരു ഉണർവുണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ സംയുക്തമായി യൂറിയ ഉണ്ടാക്കാനുള്ള തീരുമാനം അത് ഈ കേരളത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്ന് തീരുമാനിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ടെമ്പററി ലേബർ മൊബിലിറ്റി. കേരളത്തിൽ നിന്ന് ധാരാളം പേർ വിദേശ രാജ്യങ്ങൾ പണിയെടുക്കുന്നു. ഇപ്പോൾ റഷ്യ ഈ മേഖലയിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ധാരാളം പേർ റഷ്യയിലേക്ക് ഇന്ത്യയിൽ നിന്ന് ജോലി ചെയ്യേണ്ട അവസരമുണ്ടായിരുന്നു. ഇപ്പോൾ സ്കിൽഡ്, സെമി സ്കിൽഡ്, അൺസ്കിൽഡ് ലേബേഴ്സിൻ്റെ ഡിമാൻഡ് ഇപ്പോൾ റഷ്യയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് അത് യൂറോപ്പിൽ പോകുമ്പോൾ അവിടെ പോയി സെറ്റിൽ ചെയ്യുന്ന ആൾക്കാരല്ല, ഗൾഫ് രാജ്യങ്ങൾ മറ്റും പോകുന്നത് പോലെ സീസണിൽ പോയി പണിയെടുത്ത് അത് ഫോറിൻ കറൻസി നാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യാം, നാട്ടിലേക്ക് കാശ് അയക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെമ്പററി ലേബർ മൊബിലിറ്റിയുടെ കാര്യത്തിലും കേരളത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഇന്ത്യക്ക് പൊതുവെയും കേരളത്തിന് പ്രത്യേകിച്ചും വളരെയധികം പ്രയോജനമുള്ള ഒരു സമ്മിറ്റാണ് ഇപ്പോൾ നടന്നത്. വീണ്ടും ഇന്ത്യ റഷ്യ ബന്ധം ദൃഢമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. മറ്റ് രാജ്യങ്ങൾ എന്തൊക്കെ ഇന്ത്യയോടും റഷ്യയോടും അവരുടെ റിലേഷൻഷിപ്പ് മാറിയാലും ഇൻഡോ റഷ്യ ബന്ധം സ്റ്റഡിയായി തീരും എന്നതിനുള്ള തെളിവാണിത്. റഷ്യൻ പ്രസിഡന്റിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി നിരവധി കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. 2030 വരെയുള്ള വികസനവും സഹകരണവും സംബന്ധിച്ചുള്ള കരാറുകളാണ് ഒപ്പുവെച്ചത്. സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളെപ്പോലും വീഴ്ത്താൻ കഴിയുന്ന അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ S-400, S-500 എന്നിവയും സുഖോയ് 57 യുദ്ധവിമാനം എന്നിവ വാങ്ങുന്നത് സംബന്ധിച്ചും ഉച്ചകോടിയിൽ ചർച്ചയായി. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ വലിയ വഴിത്തിരിവായേക്കാവുന്ന സുപ്രധാന ഉറപ്പും റഷ്യ മുന്നോട്ട് വെച്ചു. അത്യാധുനിക 5ാം തലമുറ യുദ്ധവിമാന എഞ്ചിൻ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറാൻ സന്നദ്ധമാണെന്ന് ഉഭയകക്ഷി ചർച്ചയ്ക്കിടെ റഷ്യ സമ്മതിച്ചു. അതോടൊപ്പം റോക്കറ്റ് എഞ്ചിൻ വികസനം, ഉൽപാദനം, ഉപയോഗം എന്നിവയിലുള്ള സഹകരണം തുടരുന്നതും ബഹിരാകാശ രംഗത്ത് ഇരു രാജ്യങ്ങളുടെയും സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചും ധാരണയായി. ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് ഇടനാഴി, പസഫിക് അറ്റ്ലാന്റിക് സമുദ്രം വഴി റഷ്യൻ തീരത്തേക്കുള്ള നോർത്തേൺ സമുദ്രപാത എന്നിവ യാഥാർത്ഥ്യമാക്കാൻ കൂട്ടായ ശ്രമം നടത്താനും ഉച്ചകോടിയിൽ നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനും തീരുമാനിച്ചു. ആരോഗ്യം, ഭക്ഷ്യസുരക്ഷ, ജനങ്ങൾ തമ്മിലുള്ള വിനിമയം, ഷിപ്പിംഗ്, കുടിയേറ്റം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണത്തിനും ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവെച്ചു. ആഗോളതലത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ ശക്തി സമവാക്യങ്ങളിൽ പരസ്പരം ആശ്രയിക്കാവുന്ന പങ്കാളികളാണ് ഇന്ത്യയും റഷ്യയുമെന്ന് തെളിയിക്കുന്നതാണ് പുടിന്റെ സന്ദർശനം. പ്രതിരോധം, ഊർജം, ആണവ സഹകരണം, വ്യാപാരം, വിനോദസഞ്ചാരം, ബഹിരാകാശ സാങ്കേതിക വിദ്യ തുടങ്ങിയ നിർണായക മേഖലകളിൽ എടുത്ത തീരുമാനങ്ങൾ ഇരു രാജ്യങ്ങളുടെയും വികസന യാത്രയ്ക്ക് പുതിയ ദിശാബോധം നൽകുമെന്നതിനും സംശയമില്ല. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് കാർത്തിക വിശ്വംഭരൻ. അവതരണം സുധിൻ സൈനുദ്ദീൻ.